ുള്ള കളമൊരുക്കുന്നത് NDA. കോയമ്പത്തൂരിലാണ് അണ്ണാമലൈ മത്സരിക്കുന്നത്. 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിൽ മാത്രം DMK പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ തമിഴകത്ത് സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് NDA. ചെന്നൈയിൽ നിന്ന് അല്ലമീനുണ്ട്, കോയമ്പത്തൂരിൽ നിന്ന് VS അജിത്തും. ആദ്യം ഞാൻ അല്ലമീനിലേക്ക് പോകുന്നു. ചെന്നൈയിൽ അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്, വണക്കം. എന്താണ് ചെന്നൈയിലെ വിശേഷങ്ങൾ? നാളെ 39 മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ബലാബലത്തിൽ ഈ DMKക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളാണ് എന്ന് DMK പറയുമ്പോഴും BJPക്ക് ഒരു ഇൻട്രോഡ്, ഒന്ന് വാതിൽ തുറക്കാനുള്ള സാധ്യതയാണ് BJP കാണുന്നത്. അണ്ണാമലയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി തന്നെ പല കുറി എത്തിയാണ് തമിഴ്നാട്ടിൽ പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. അവസാന പാദത്തിലും പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പതിവിന് വിപരീതമായി സാധാരണഗതിയിൽ ഇല്ലാത്തൊരു മത്സരത്തിൻ്റെ പ്രതീതിയും മത്സരത്തിന് വീറും വാശിയുമൊക്കെയാണ് ഇത്തവണ തമിഴ്നാട്ടിൽ പ്രകടമാകുന്നത്. കാരണം സാധാരണ ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിലും ഇപ്പോൾ അതിനപ്പുറത്തേക്ക് BJP കൂടി കാലൂന്നാൻ നടത്തുന്നൊരു ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പ്രാദേശിക കക്ഷികളുടെ, ദ്രാവിഡ കക്ഷികളുടെ തോളത്തിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും മറ്റും ചെയ്ത BJP ഇത്തവണ ഒറ്റക്കാലിൽ സ്വന്തം നിലയിൽ മുന്നണി രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തമിഴ്നാട്ടിൽ വരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പക്ഷേ അത്തരമൊരു വെല്ലുവിളി BJP ഉയർത്തുമ്പോഴും ആ വെല്ലുവിളി അല്ലെങ്കിൽ BJPയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് സുസജ്ജമാണ് തമിഴ്നാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയും അത്തരത്തിൽ BJPയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് സുസജ്ജമായ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു മുന്നണി സംവിധാനത്തിൽ എന്തൊക്കെ വിട്ടുവീഴ്ചകളാകാം, ഒരു മുന്നണി സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സ്വീകരിക്കേണ്ട മാതൃക എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ DMKയും സ്റ്റാലിനുമൊക്കെ സ്വീകരിക്കുന്ന ഒരു നടപടി. ഏതായാലും ആ അർത്ഥത്തിൽ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വരുന്ന സർവേ ഫലങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളൊക്കെ തന്നെ ഇത്തവണ 40-ൽ 40 വേണമെങ്കിൽ, 40-ൽ 40 എന്ന് പറയുമ്പോൾ 39 ലോക്സഭാ മണ്ഡലങ്ങളും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശവും, അങ്ങനെ 40 ഇടങ്ങളിലാണ് തമിഴ്നാട്ടിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അയക്കാനാകുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്, സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അപ്പോൾ ആ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ DMKയ്ക്കും സഖ്യത്തിനും സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഒന്നും സംസ്ഥാന സർക്കാരിനെതിരെ ലഭിക്കുന്ന ഒരു പൾസ് എന്താണ്? നമ്മൾ പ്രാദേശിക പത്രപ്രവർത്തകരടക്കം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം കിട്ടിയെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു പൾസായിട്ട് മനസ്സിലാക്കുന്നത്? കാരണം ഈ ഇന്ത്യ മുന്നണി മാതൃകാപരമായി ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം, അതിർത്തിക്ക് പുറത്ത് ഇന്ത്യ മുന്നണിയിൽ 2 കക്ഷികളായി UDFും LDFും പോരടിക്കുമ്പോൾ മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് ഡിണ്ടിഗലിലടക്കം CPM സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ രാമനാഥപുരത്ത് ലീഗിന് CPM പിന്തുണ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിചിത്രമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു പൾസ് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഏതു നിലയ്ക്കാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നതല്ലേ മീൻ? ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ ഭിന്നസ്വരമോ ഈ DMK നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യമുന്നണിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുതന്നെ പരമാവധി വിട്ടുവീഴ്ച DMK ചെയ്തിട്ടുമുണ്ട്. മത്സരിക്കുന്ന പ്രധാന കക്ഷികളെ നോക്കുകയാണെങ്കിൽ DMKയും AIADMKയും BJPയുമാണ്. അതിലേറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്നത് DMK ആണ്. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ പോലും DMK മത്സരിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ ഘടകകക്ഷികൾക്ക് വേണ്ടി പരമാവധി വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, കോയമ്പത്തൂർ CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇത്തവണ CPMന് ആദ്യം സീറ്റ് നൽകുന്നു. അവരവിടെ പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷനായ അവരുടെ സംസ്ഥാനത്തെ ഫയർബ്രാൻഡ് ലീഡറായിട്ടുള്ള അണ്ണാമലയെ അവതരിപ്പിക്കുന്നു. അപ്പോൾ തന്നെ DMK CPMുമായി സംസാരിച്ച് ആ സീറ്റ് വാങ്ങുന്നു. അവിടെയും ഒരു തർക്കവുമില്ലാതെ ആ സീറ്റ് മടക്കി നൽകാനും മറ്റൊരു സീറ്റ് ഏറ്റുവാങ്ങാനും CPM തയ്യാറാകുന്നു. അങ്ങനെ പരസ്പര സഹകരണത്തിൽ പോകുന്ന ഒരു മുന്നണി സംവിധാനമാണ് തമിഴ്നാട്ടിൽ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. മാത്രമല്ല, ഈ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വരുന്ന വേദിയിൽ പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമില്ലാത്ത, ഒരു പ്രസൻസുമില്ലാത്ത ഇടങ്ങളായിരിക്കും. ലീഗിനോ CPMനോ CPIക്കോ ഒന്നും ഒരു പ്രസൻസുമില്ലാത്ത, ഒരു സാന്നിധ്യവുമില്ലാത്ത, അവരുടെ കൊടിയടയാളം പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ പോലും അവിടെ സ്റ്റാലിൻ എവിടെ നിന്നെങ്കിലും ഈ പറയുന്ന പ്രാദേശിക കക്ഷികളുടെ നേതാക്കളെ അവിടെ കൊണ്ടിരുത്താനും അവരുടെ കൊടി അവിടെ സ്ഥാപിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് പരമാവധി അവരെ ഒപ്പം ചേർത്ത് പിടിച്ചു പോകുന്ന ഒരു പരസ്പര സഹകരണത്തിൻ്റെ എങ്ങുമില്ലാത്തൊരു കാഴ്ച കൂടി തമിഴ്നാട്ടിൽ കാണുന്നുണ്ട്. സ്വാഭാവികമായും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമായി മാറും എന്ന് തന്നെയാണ്
മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം അതങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ല തമിഴ്നാട്. ഏതെങ്കിലും കോണിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ കൂടിയും അത് വലിയ പരിക്ക് തങ്ങൾക്കുണ്ടാക്കില്ല, DMK സഖ്യത്തിനുണ്ടാക്കില്ല, ഇന്ത്യ സഖ്യത്തിനുണ്ടാക്കില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം അണ്ണാ DMKയിലേക്കും BJPയിലേക്കും ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകുമ്പോൾ തന്നെ അതും വലിയ തലവേദന അവർക്കുണ്ടാക്കില്ല എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ ഒത്തൊരുമിച്ച് തോളിൽ കൈയിട്ട് പോകുന്ന ഒരു സാഹചര്യം DMKക്ക് പൊതുവിലുള്ള ഒരു അപ്പീലിംഗ്. അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ തന്നെയാണ് DMK പരിഗണിക്കുന്നത്, സ്റ്റാലിൻ പരിഗണിക്കുന്നത്. അതിനുള്ള സ്വാധീനം വേറെ. അങ്ങനെ എല്ലാ തരത്തിലും അനുകൂലമായ ഘടകം ഇത്തവണ തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാനാകും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച അത് സ്റ്റാലിൻ ചെയ്യുമ്പോൾ, DMK ചെയ്യുമ്പോൾ അത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ളൊരു തന്ത്രമല്ല. ദേശീയ രാഷ്ട്രീയത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭഗതയം നിശ്ചയിക്കുന്ന വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ദിശാസൂചിക കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി മുന്നിൽ കണ്ടുള്ള കളമാണ് DMK ആകട്ടെ, അണ്ണാ DMK ആകട്ടെ, BJP ആകട്ടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ദ്രാവിഡ മണ്ണ് വിധിയെഴുതുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയവും നിർണായകവുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺകുമാർ, ഓക്കെ, കാലാവസ്ഥ എങ്ങനെയുണ്ട് അലബീൻ? ചൂടാണോ ചെന്നൈയിൽ? ചൂടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെന്നൈ മറീന ബീച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ബീച്ചിൽ കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ചൂടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സമയമില്ലെങ്കിൽ അടുത്ത ബുള്ളറ്റിൽ നമുക്ക് മറീന ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി കടന്നു വരാം. മറീന ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു ദ്രാവിഡ മണ്ണിൻ്റെ ചൂടും ചൂരും ഒക്കെ ആവാഹിച്ച് തമിഴക രാഷ്ട്രീയത്തിൻ്റെ താരങ്ങളായി മാറിയ അതെ, പറഞ്ഞോളൂ, പൂർത്തിയാക്കിക്കോളൂ. അത്തരത്തിൽ തമിഴക രാഷ്ട്രീയത്തിൻ്റെ താരകങ്ങളായിട്ടുള്ള അണ്ണാമലൈ, MGR ആകട്ടെ, കരുണാനിധിയാകട്ടെ, ജയലളിതയാകട്ടെ, അണ്ണാദുരൈയാകട്ടെ, അവരുടെയൊക്കെ ഒരു സമാധി സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ MGRൻ്റെയും അതുപോലെ തന്നെ ജയലളിതയുടെയും ഒക്കെ തന്നെ പ്രതിമകൾ നമുക്ക് കാണാം. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സമാധി സ്ഥലവും നമുക്ക് കാണാം. അല്പം കൂടി കഴിയുമ്പോൾ ആളുകളുടെ ഒരു തിരക്ക് ഇവിടേക്ക് ഉണ്ടാവുകയും ചെയ്യും. ഏതാണ്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് എന്തോ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളും മുന്നണി പ്രതിനിധികളും ഒക്കെ വന്ന് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങി പോകും എന്നുള്ളതാണ് പറയുന്നത്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരുപാട് ദിക്കുകൾ അകലെ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് വരുന്നൊരു കാഴ്ച. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ബുള്ളറ്റിന് ആളുകളുടെ സ്ഥാനത്ത് 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ആളുകളുടെ വലിയൊരു കുത്തൊഴുക്ക്. ഈ നട്ടുച്ചയ്ക്ക് പോലും ഉച്ചന്തലയിൽ വന്ന് സൂര്യൻ തീർച്ചയായിട്ടും ഞാൻ 9 മണിയാകുമ്പോഴേക്ക് അലബീനിലേക്ക് തിരിച്ചു വരാം, മറീന ബീച്ചിലേക്ക് വരാം.